ഒന്നും ഈ കാര്യത്തിൽ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വന്ന് ബയോപ്സിയുടെ റിസൾട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു സർജറി ചെയ്യാൻ. അവിടെയും അത് തന്നെ പറഞ്ഞ് സർജറി ചെയ്യാൻ പറ്റില്ല, നമുക്ക് റേഡിയേഷനും കീമോയിലും കൂടി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 33 റേഡിയേഷനും 95 കീമോ ഒരു വയലും ബാക്കിയെല്ലാം ടാബ്ലറ്റുമായിട്ടാണ് കുഞ്ഞിന് കൊടുത്തത്. അപ്പം ഏകദേശം അവൾക്ക് ഇത്രയും ഭാഗം തന്നെ മുടിയുണ്ടായിരുന്നു. അപ്പം ഈ കുഞ്ഞിനെ അവിടെ മുട്ടയടിച്ചിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവളെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് മുടിയായിരുന്നു. അപ്പോൾ ഈ ബാർബർ ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചപ്പോൾ അയാൾക്കും വെട്ടാനൊരു സങ്കടം. അയാളിങ്ങനെ പിന്നി മെടഞ്ഞിട്ട മുടിയെ അറുത്ത് ഫുള്ളായിട്ട് എടുത്തിട്ട് പിന്നെ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവളുടെ മുടി പോയപ്പോൾ അവളുടെ ഏറ്റവും സങ്കടം, അവൾ കരഞ്ഞത് തന്നെ അവളുടെ മുടി പോയതിലായിരുന്നു ഏറ്റവും കൂടുതൽ. ഇത്രയും കീമോയും റേഡിയേഷനും ഒക്കെ എടുത്തെങ്കിലും അവൾക്ക് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു ഈ മുടി മുറിച്ച് മാറ്റുക എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ പല സ്ഥലത്തും പോയപ്പം പറഞ്ഞു, ഇനി ഈ കുഞ്ഞ് ഇരിക്കത്തില്ല, നിങ്ങൾക്ക് കിട്ടത്തില്ല, കോമയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെയാണോ നിങ്ങൾക്ക് ആവശ്യം. എല്ലാവരും മനസ്സ് എത്രത്തോളം നമ്മളെ മരവിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരുടെയൊക്കെ സംസാരം. കിട്ടത്തില്ല, കുഞ്ഞിനെ കിട്ടത്തില്ല. ഒരു അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സ്വന്തം കുഞ്ഞിനെ കിട്ടില്ല എന്ന് ആര് പറഞ്ഞാലും ശരി തന്നെ, ഒരു ഡോക്ടറായാലും ശരി, മറ്റുള്ളവർ പറഞ്ഞാലും നമ്മൾ ഇത്രയും വളർത്തി പളുങ്കുപോലെ ഇത്രയും വലുതാക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ മുന്നിൽ നമ്മുടെ കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറയുമ്പം ഒരിക്കലും ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാവുന്നതിന് അപ്പുറമായിരുന്നു. ആ സംസാരത്തിൽ നിന്നിട്ടാണ് എൻ്റെ കുറേ ഫ്രണ്ട്സും, മോള് ഭയങ്കര ക്രിസ്ത്യൻ വിശ്വാസിയായിരുന്നു, അവൾ പഠിച്ചത് ക്രിസ്ത്യൻ കോളേജിലുമായിരുന്നു. അപ്പോൾ അവൾ ഈ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഫുൾ ടൈം കർത്താവിനെ ഇങ്ങനെ മനമൊരുക്കി പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ അടുത്ത് കൃപാസനത്തിലെ അമ്മയെ ഞങ്ങൾ ഈ യൂട്യൂബിൽ കൂടിയാണ് കണ്ട് മനസ്സിലാക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മൊത്തവും കർത്താവിനെ വിളിച്ചിട്ടാണ് അവളുടെ പ്രാർത്ഥന ഫുൾ ടൈം. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ ഒരു കാര്യം മോളെയും കൊണ്ട് നമുക്ക് പള്ളികളിൽ കൊണ്ടുപോകാം. അങ്ങനെ ഞാൻ മോളെയും ഈ തളർന്നു കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് കാറിനുള്ളിൽ ഇരുത്തി ഞങ്ങൾ പള്ളികളിൽ പോയി. പള്ളിയിൽ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ എല്ലാ അച്ഛന്മാരും വന്നിട്ട് മോളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചിട്ട് പറയും, ഒന്നും വരത്തില്ല മോളെ, നിനക്കൊന്നും വരില്ല, നീ പെട്ടെന്ന് റിക്കവറായി വരും. അവരുടെ ആ വാക്കുകളിലാണ് ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ മുറുകി പിടിച്ചിരുന്നത്. പിന്നെ കിട്ടുന്ന സമയം മൊത്തം ഞങ്ങൾ പള്ളിയിൽ പോയി അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അറിയില്ല, എന്നാലും നമ്മുടെ രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണം എന്ന്. അങ്ങനെ കോവിഡ് സമയമായതുകൊണ്ട് ഞങ്ങൾ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പം എന്നിട്ട് ഞങ്ങൾ കൃപാസനത്തിൽ 2022 നവംബറിൽ ഇവിടെ കൊണ്ടുവന്നായിരുന്നു 12-ന്. കഴിഞ്ഞ നവംബർ മാസം 12-ാം തീയതി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അതിനു മുമ്പേ മോളുടെ MRI സ്കാൻ എടുത്തായിരുന്നു. ഒന്നാമത്തെ സ്കാനിങ്ങിൽ അവർ പറഞ്ഞു രക്ഷപ്പെടുത്താൻ പറ്റില്ല. രണ്ടാമത്തെ സ്കാനിങ്ങിലും അതേ സ്റ്റേജ് തന്നെയായിരുന്നു. മൂന്നാമത്തെ